Hello all, Cbse class 9th motion എന്ന് പറയുന്ന ഫിസിക്സിന്റെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇതേ ടോപ്പിക്കിൽ തന്നെ ഇൻടെക്സ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്ന 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണുക. Now we are going to discuss about blue questions of page number 107. 107ത്തിലുള്ള blue questions ആണ്, graph related questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So what is the nature of distance time graph for uniform and non-uniform motion? See, uniform motion, non-uniform motion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം വരും അല്ലെ, ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. അപ്പോ നമ്മുടെ അടുത്ത് എന്ത് ഗ്രാഫ് ആണ് ചോദിച്ചിരിക്കുന്നതെന്നും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡിസ്റ്റൻസ് ടൈം ആണെങ്കിൽ ഡിസ്റ്റൻസ് ഇസ് ഇൻ വൈ ആക്സിസ് ആൻഡ് ടൈം ഇസ് ഇൻ എക്സ് ആക്സിസ്. ഓക്കെ, ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ. ആദ്യത്തേല് 5 മീറ്റർ കവർ ചെയ്തു, പിന്നത്തേല് 5 മീറ്റർ കവർ ചെയ്തു, പിന്നത്തേലും 5 മീറ്റർ കവർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 0th സെക്കൻഡിൽ 0 ആയിരിക്കും, 5 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് 5 മീറ്റർ ആയിരിക്കും, പിന്നത്തെ 5 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും 10 മീറ്ററിലായിരിക്കും ഉണ്ടാവുന്നത്. കാരണം 5 മീറ്റർ കവർ ചെയ്തില്ലേ, വീണ്ടും 10 മീറ്റർ കവർ, 5 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും 5 മീറ്റർ കവർ ചെയ്തു. അങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം കവർ ചെയ്ത് കഴിഞ്ഞാൽ വി സേ ദ ഗ്രാഫ് ഈസ് ഹാവിംഗ് എ യൂണിഫോം മോഷൻ. ഇത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫില് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഒരു സ്ലോപ്പ് ഉണ്ടാവും. അതേസമയം നോൺ യൂണിഫോം മോഷൻ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു പാരബോള എന്നാണ് പറയാ കേട്ടോ. ഇങ്ങനെ ഒരു പാരബോളിക്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല ഒരിക്കലും, ഒരു കർവ് ഉണ്ടാവും എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ വെൻ ദ motion is non-uniform, the distance time graph is not a straight line, it is going to have a curve. Appo ee oru example koodi vechittu cheythu kayna it is going to be very very easy for you. So first 1 second il appo 0th second il 0 aanu distance cover cheyidenu vecha, rendamathe 1 second il nammal 2 meter cover cheyidu nu vicharicho, rendamathe second il 2 തൊട്ട് 4 meter aanu cover cheyidenu vicharicho, 4 meter. ingane graph plot cheyidu kayna third second il എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും, 5 മീറ്റർ കവർ ചെയ്തു എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി വെരി ഈസി ഫോർ യു. ഇനിയാണെങ്കിൽ ആ കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ബട്ട് ഡയറക്റ്റ് ആൻസർ ഒരെണ്ണത്തിന് സ്ലോപ്പ് ഉള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, മറ്റേതിന് പാരബോളിക് ആയിട്ടുള്ള കർവ്ഡ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ. വാട്ട് ക്യാൻ യു സേ അബൌട്ട് the motion of an object whose distance time graph is a straight line parallel to the time axis? Again there is a question on distance time graph alla, appo distance aanu ivide time parallel to endana namakku ee graph nu manasilavunennanu question. appo oru straight line parallel to, this is a straight line nu vicharicho, parallel to time axis. appo idivide 5 meter aanu vicharicho, ഇവിടെ 0, ഇത് 5 seconds, ഇവിടെ say 10 seconds, ഇവിടെ 15 seconds. So see this, 0th സെക്കൻഡിൽ എന്റെ സ്കൂട്ടർ 5 മീറ്റർ അപ്പുറത്ത് കിടക്കാണ്, 5ാമത്തെ സെക്കൻഡിലും എന്റെ സ്കൂട്ടർ 5 മീറ്റർ അപ്പുറത്ത് കിടക്കാം, 10ാമത്തെ സെക്കൻഡിലും 5 മീറ്റർ അപ്പുറത്ത് കിടക്കാം, 15ാമത്തെ സെക്കൻഡിലും 5 മീറ്റർ അപ്പുറത്ത് കിടക്കാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും എന്റെ സ്കൂട്ടർ 5 മീറ്റർ അപ്പുറത്ത് കിടക്കാം. ഇറ്റ് മീൻസ് വാട്ട്? It means the scooter is at rest, the object is at rest, no velocity, adepole no acceleration. This is what it means. Manasalayo, this means that the object is at rest. So if it is parallel to the time axis, it means the object is at rest. എങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലായോ? കാരണം ഓരോന്ന് കഴിയുമ്പോഴും, ഓരോരോ മിനിറ്റ് കഴിയുമ്പോഴും it is at the same distance. 10 മീറ്റർ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞും 10 മീറ്ററിൽ തന്നെ നിൽക്കാണ്, which means അവിടെ തന്നെ നിൽക്കാണ്, റെസ്റ്റിലാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. Okay, now coming to the next question. ഇതേപോലെ തന്നെ what can you say about the motion of an object if its speed time graph is a straight line parallel to time axis? അപ്പൊ ഇവിടെ സ്പീഡ് ആണ്, ഇവിടെ ടൈം ആണ്. അപ്പൊ ഇവിടെ സേ ഇവിടെ 0 ആണ്, ഇവിടെ 5 ആണ്, ഇവിടെ 10 ആണെന്ന് വിചാരിച്ചു, ഇവിടെ 15 ആണെന്ന് വിചാരിച്ചോ. ആൻഡ് പാരലൽ ടു ടൈം ആക്സിസിൽ ഇത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് ആണല്ലേ, 5 മീറ്റർ പെർ സെക്കൻഡ്. 0th സെക്കൻഡിൽ 5 മീറ്റർ പെർ സെക്കൻഡിൽ പൊക്കോണ്ടിരിക്കുക, ഇവിടെ 5 മീറ്റർ പെർ സെക്കൻഡിൽ പൊക്കോണ്ടിരിക്കുക. 10ൽ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് അവരുടെ സ്പീഡ്, ഇതിൽ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ്. യൂണിഫോം സ്പീഡ്, ബോഡി മോഷനിലാണോ, 5 മീറ്റർ പെർ സെക്കൻഡിലാണ്, സ്പീഡ് ഉണ്ട്, സ്പീഡ് ഉണ്ടെങ്കിൽ മോഷനിലായിരിക്കും. ബോഡി ഈസ് ഇൻ മോഷൻ എന്ന് മാത്രമല്ല ഇതിന് യൂണിഫോം സ്പീഡാണ്, സെയിം സ്പീഡാണ് ത്രൂ ഔട്ട്. യൂണിഫോം സ്പീഡ്, സെയിം സ്പീഡ് ആണ്.
ഇത് യൂണിഫോം സ്പീഡ് എന്ന് മാത്രമല്ല, ഇത് യൂണിഫോം സ്പീഡ് ആയത് കാരണം യൂണിഫോം മോഷൻ ആണിത്. യൂണിഫോം സ്പീഡ് ആണെങ്കിൽ യൂണിഫോം മോഷൻ ആണ്. ഇത് മാത്രല്ല, സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ടോ? സ്പീഡ് കൂടുന്നില്ല. സ്പീഡ് ഇസ് നോട്ട് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. സ്പീഡ് ഈസ് നോട്ട് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. സോ ഇതിൽ നിന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ നോ ആക്സിലറേഷൻ. ആക്സിലറേഷൻ വരണമെങ്കിൽ സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്യണം, അല്ലെങ്കിൽ ഡയറക്ഷൻ മാറുകയോ ചെയ്യണം. ഡയറക്ഷൻ ഇവിടെ ഇല്ല, സ്പീഡ് ഇവിടെ കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം ഡയറക്ഷന്റെ കാര്യം പറഞ്ഞിട്ടില്ല. സോ വി ക്യാൻ സേ ഹിയർ ദർ ഇസ് നോ ആക്സിലറേഷൻ ആസ് ദ സ്പീഡ് ഇസ് നോട്ട് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, ഒബ്വിയസ്ലി ഡയറക്ഷൻ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ ഉണ്ട്, ബട്ട് ഹിയർ ഇറ്റ് ഇസ് നോട്ട് മെൻഷൻ. സ്പീഡ് ഇസ് യൂണിഫോം എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും പറയാൻ പറ്റും. ഓക്കെ, സ്പീഡ് ഇസ് യൂണിഫോം, യൂണിഫോം മോഷൻ ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, so ഇതിന്റെ ഈ ക്വസ്റ്റ്യന്റെ അർത്ഥം എന്താണ്? So what is the quantity which is measured by the area occupied below the velocity time graph? So this is the velocity time graph എന്ന് വിചാരിച്ചോ. ഇതാണ് velocity time graph. ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഇതിന്റെ ഏരിയ ഓക്യുപ്പൈഡ് ബൈ ദ ഗ്രാഫ്, ഈ ഏരിയ എന്താണ് തരുന്നത്? So velocity time graphന്റെ ഏരിയ will always give you displacement. Okay, displacement. All right, acceleration time graph in the area is always going to give you a velocity. All right, adepole slope of velocity time graph, slope of vt graph is going to give you acceleration. Slope of distance time graph is going to, displacement time graph is going to give you velocity. Okay, ഇത് എഴുതി വെക്കണം. സോ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ തൊട്ട് താഴെയുള്ള ഡിസ്പ്ലേസ്മെന്റ് തരും, ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ തൊട്ട് താഴെയുള്ള വെലോസിറ്റി തരും, സ്ലോപ്പ് തൊട്ട് മുകളിലുള്ള ആളെ തരും. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആക്സിലറേഷനെ തരും, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വെലോസിറ്റിനെ തരും. സോ ഇത് ഒന്ന് ഓർത്ത് വെക്കണം. ഓൾ റൈറ്റ്, ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി എനിക്ക് തോന്നുന്നത് ഫോർമുല റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ വിൽ ഡു വൺ തിങ്, ഇതില് എക്സാമ്പിൾസ്, ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം, പക്ഷെ ബ്ലൂ ക്വസ്റ്റ്യൻസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഓൺ അനദർ വീഡിയോ. സോ ഇത് നമുക്ക് നോക്കാം. അപ്പൊ ഇതില് ഫോർമുല റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയത് കാരണം 3 ഫോർമുലയാണ് നമുക്കുള്ളത്. സോ എല്ലാത്തിലും വി ആർ ഗോയിങ് ടു റൈറ്റ് ദാറ്റ് ഫോർമുല. V is equal to U plus AT, where V is the final velocity, U is the initial velocity, A is the acceleration, and T is the time taken. S is equal to ut plus half at square. Again, S എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, U initial velocity, T time, A acceleration, T time. ഓക്കെ, ഇനി അടുത്തത് V square minus U square is equal to 2AS. Okay, again, V final velocity, U initial velocity, A for acceleration, S for displacement. So, ini idile chela കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. A train is starting from rest. Rest എന്ന ഒരു വാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പ തന്നെ starting from rest എന്നുണ്ടെങ്കിൽ അപ്പ തന്നെ എഴുതേണ്ട സാധനം initial velocity. Initial velocity U is equal to ആണ്. Starting from rest ആണെങ്കിൽ it is 0 meter per second, like kilometer per hour, whatever it is, and attains a velocity of 72 kilometer per hour in 5 minutes. Okay, so assuming that the acceleration is uniform, find the acceleration, distance traveled by the train. അപ്പൊ രണ്ടെണ്ണം. അപ്പൊ നമ്മുടെ പരിപാടി തുടങ്ങാം. ഗിവൺ ആദ്യം എഴുതണം, പിന്നെ ടു ഫൈൻഡ് എഴുതണം, പിന്നെ കൺവേർഷൻ ഉണ്ടോ എന്ന് നോക്കണം. അത് കഴിയുമ്പോഴത്തേക്കും ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, അത് കഴിഞ്ഞിട്ട് യൂണിറ്റോട് കൂടി ആൻസർ ചെയ്താൽ. സോ ഗിവൺ എഴുതാൻ നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്നുള്ള വാക്കിൽ നിന്ന് നമ്മൾ എന്താ എഴുതിയ ഇനീഷ്യൽ വെലോസിറ്റി. അറ്റെയിൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കിട്ടിയ വെലോസിറ്റി ആണ്, അതായത് ഫൈനൽ വെലോസിറ്റി ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതോ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു, റെസ്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്നിട്ട് ഇറ്റ് അറ്റെയിൻഡ് വെലോസിറ്റി ഓഫ് 72. അപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 0, അറ്റെയിൻ 72 കിലോമീറ്റർ പെർ അവർ. എത്ര മണിക്കൂറിലാണ്, എത്ര മിനിറ്റിലാണ്? 5 മിനിറ്റ്സിലാണ്. ഓക്കെ, 5 മിനിറ്റ്സ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഫിഗർ. നൗ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? അപ്പോ V is equal to 72 കിലോമീറ്റർ പെർ അവർ. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ പ്രോബ്ലംസ് ആണ്, ഒട്ടും ടെൻഷൻ എടുക്കണ്ട. എത്ര സമയം എടുത്തു? ടൈം എടുത്തു. ടൈം ഇസ് ഈക്വൽ ടു 5 മിനിറ്റ്സ്. ഓക്കെ, അപ്പൊ ഗിവൺ എല്ലാം എഴുതി കഴിഞ്ഞു. ഗിവൺ ടു ഫൈൻഡ് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. എന്തൊക്കെയാണുള്ളത്? ആക്സിലറേഷൻ, അപ്പൊ ആക്സിലറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ട്രെയിൻ. ഓക്കെ, ഡിസ്റ്റൻസ് ട്രാവൽഡ്,
distance is equal to question mark. രണ്ടെണ്ണം മറക്കാൻ പാടില്ല. കൺവേർഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ 0 മീറ്റർ പെർ സെക്കൻഡ് കുഴപ്പമില്ല, 0 കിലോമീറ്റർ പെർ അവർ എന്ന് നമുക്ക് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. 5 മിനിറ്റും ഇവിടെ കിലോമീറ്റർ പെർ അവർ, അത് പ്രശ്നമുണ്ട്. ഇവിടെ 5/6 മിനിറ്റിന് നമുക്ക് എങ്ങനെ അവർ ആക്കാൻ പറ്റുന്നത്? 5/60 hours എന്ന് നമുക്ക് ആക്കാൻ പറ്റും അല്ലെ? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പിടിച്ചിട്ട് മീറ്റർ പെർ സെക്കൻഡും ഇതിനെ പിടിച്ചിട്ട് നമുക്ക് സെക്കൻഡ്സും ആക്കാം. ഓക്കെ, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം, നമുക്ക് പ്രശ്നമില്ല. പക്ഷെ തൽക്കാലം നമുക്ക് 5/60 hours തന്നെ കിടക്കട്ടെ, ഇതിനെ പിടിച്ചിട്ട് മാറ്റണ്ട തൽക്കാലം. ഓക്കെ, ഇനി ആക്സിലറേഷന്റെ ഫോർമുല എന്താ? V is equal to U plus AT. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. കാരണം എന്താ? V ഉണ്ട്, U ഉണ്ട്, T ഉണ്ട്, അതൊന്ന് കണ്ടുപിടിക്കാം. അപ്പോ V is equal to U plus AT is our formula. ഓക്കെ, അപ്പൊ AT-നെ ഒറ്റയ്ക്കാക്കണം. AT-നെ ഒറ്റയ്ക്കാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഞാൻ ഇവിടെ വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം ഈ യുനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം, വിച്ച് ഇസ് ഈ യുനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ V minus U is equal to AT. ഇനി ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ഈ ടൈം താഴേക്ക് കൊണ്ടുവരണം, വിച്ച് ഇസ് V minus U ഡിവൈഡ്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആണ്. ഓക്കെ, അപ്പൊ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു V minus U by T. ഇറ്റ് ഇസ് ദ സെയിം ഫോർമുല. ഓക്കെ, സോ ഇത് രണ്ടും സെയിം ഫോർമുല തന്നെയാണ്, ഒരെണ്ണം കണ്ടുപിടിക്കാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ 72 minus 0 divided by 5/60 ആണ് ആൻസർ, വിച്ച് ഇസ് ഈക്വൽ ടു 72. 72 minus 0 is 72. ഫ്രാക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഡു ഇട്ടിട്ട് 60/5 എന്ന് കിട്ടും. This is going to be 1 and 12. Okay, 72 into 12. 72 into 12 എത്രയാണ്? 72 into 12. So ഇവിടെ 864 kilometer per hour square എന്ന് കിട്ടും. So you can also do this in meter per second. അപ്പൊ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് മായ്ച്ചിട്ട് ഇതേ സാധനത്തിന് തന്നെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാക്കാൻ പറ്റുമോ നോക്കാം. 864 കിലോമീറ്റർ പെർ അവർ സ്ക്വയർ ഇസ് ഓൾസോ റൈറ്റ്. ഇതല്ലാണ്ട് ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെയും സെക്കൻഡ് ആക്കണം അല്ലെ? അപ്പൊ ഇവിടെയും ഞാൻ മാറ്റാൻ പോകണം. 5 മിനിറ്റിന് പിടിച്ചിട്ട് സെക്കൻഡ് ആക്കണമെങ്കിൽ അത് എത്രയാ കിട്ടണ്ടേ? 5 മിനിറ്റിന് സെക്കൻഡ് ആക്കണമെങ്കിൽ 5 into 60 ആണ്. 5 into 60 is going to be 300 seconds. ഇനി 72 കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ into 5/18 ആണ് അല്ലെ? into 5/18 which is going to be 18 into 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 72. ഇവിടെ 4. Okay, this is 20 meter per second. റൈറ്റ്? അപ്പൊ ഇനി ഇതേ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. V എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്, മൈനസ് 0 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 300 സെക്കൻഡ്സ്. എല്ലാം ഒരു യൂണിറ്റ് ആയിരിക്കണം, അതിൽ യാതൊരു സംശയമില്ല. 20 ഡിവൈഡഡ് ബൈ 300 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ത്? വിച്ച് ഇസ് 2/30 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, വിച്ച് ഇസ് 1/15 meter per second square. This is also right answer. കിലോമീറ്റർ പെർ അവർ സ്ക്വയറിൽ വെക്കാം, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ, രണ്ടെണ്ണത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. രണ്ടെണ്ണവും പോസിബിൾ ആണെന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണത്തിലും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ യു ഗോട്ട് ദ ഫസ്റ്റ് വൺ റൈറ്റ്. നൗ ഇനി അതേപോലെ തന്നെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് എന്ത് ഫോർമുല യൂസ് ചെയ്യാം? നമുക്ക് ഏത് ഫോർമുല വേണമെങ്കിലും യൂസ് ചെയ്യാം. എസിന് UT plus half AT square, യു ഉണ്ട്, അതുപോലെ ആക്സിലറേഷൻ ഉണ്ട്, ഇപ്പോ ടൈം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. സോ 1/15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മുടെ ആക്സിലറേഷൻ. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു റബ് ദിസ് സ്പേസ് സോ ദാറ്റ് വി ഗെറ്റ് മോർ ഏരിയ ടു വർക്ക് ഓൺ. ഓൾ റൈറ്റ്, അപ്പൊ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 1/15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. All right. Okay, in distance kandupidikkan maybe we can use S is equal to UT plus half AT square when you use half AT square. Anyway, U is going to be 0, right? Appo U 0 ആണെങ്കിൽ ഈ ടേമിന്റെ നമുക്ക് ആവശ്യമില്ല. So half into എത്രയാണ് ആക്സിലറേഷൻ? 1/15 into ടൈം എത്രയായിരുന്നു? 300, right? 300 square എന്ന് നമുക്ക് എഴുതാലോ അല്ലെ? So we can just calculate this very easily. എങ്ങനെയാ അത്? Which is equal to 1/2 into 1/15 into 300 square എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 300 into 300, right? So ഇത് കട്ട് ചെയ്ത് വരുമ്പോ what will you get? 15 ഇതും കട്ട് ചെയ്യുമ്പോഴത്തേക്കും you will get 20. So ഇതും കട്ട് ചെയ്യുമ്പോഴത്തേക്കും you are going to get 10, which is equal to 3000.
3000 meters. 3000 meters or 3 kilometer എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓൾറൈറ്റ്, കണ്ട എത്ര ഫാസ്റ്റ് ആയിട്ടാണ് നമുക്ക് ആൻസർ കിട്ടുന്നതെന്ന്. സോ ഓൾവേസ് ഡു ഇറ്റ് ഇൻ ഫ്രാക്ഷൻസ് കേട്ടോ. ഡെസിമൽ ആണെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി വെരി വെരി ടീഡിയസ് ടു ഹാൻഡിൽ. കുറെ മൾട്ടിപ്ലിക്കേഷൻസ് പോയിന്റ്സ് അത് ഇതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര തലവേദനയാണ്. സോ ഓൾവേസ് ട്രൈ ടു ഡു ഇറ്റ് ഇൻ ഫ്രാക്ഷൻസ്. Okay, അപ്പൊ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു, ആക്സിലറേഷനും കണ്ടുപിടിച്ചു. Now coming to the next question. All right, again example question തന്നെയാണ്. A car accelerates uniformly from 18 km per hour to 36 km per hour. അപ്പോൾ ഒരു കാർ എന്ത് ചെയ്തു? 18 km per hour നിന്നും 36 km per hour ലേക്ക് ആക്സിലറേറ്റ് ചെയ്തു. എടാ കുട്ടികളെ, in 5 seconds. Oh my god, calculate the acceleration and distance covered. So again given എഴുതണം, to find എഴുതണം, conversion ഉണ്ടോ എന്ന് നോക്കണം, and formula എഴുതണം, അതുപോലെ തന്നെ യൂണിറ്റ്. ഇത്രയാണ് നമുക്ക് കെയർലെസ് മിസ്റ്റേക്സ്. Given എന്താണ്? Initial velocity u is equal to 18 km per hour. All right. Final velocity v is equal to എവിടെ നിന്ന് തുടങ്ങി എന്തായി? എവിടെ നിന്ന് തുടങ്ങി? 18 കിലോമീറ്റർ. എന്ത് വെലോസിറ്റി ആയി? ഫൈനൽ വെലോസിറ്റി എന്താണ്? അപ്പൊ 36 കിലോമീറ്റർ പെർ അവർ. We can obviously വേണമെങ്കിൽ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കാം. നിക്കട്ടെ, ടൈം എത്രയാ എടുത്തത്? 5 seconds. So we are done with the given. Now to find എന്താണ്? രണ്ട് സാധനങ്ങൾ to find ഉണ്ട്. എന്തൊക്കെയാണ്? ആക്സിലറേഷൻ question mark है और distance question mark ആണ്. Distance is equal to question mark. അങ്ങനെ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. Now conversion ഉണ്ടോ? conversion ഉണ്ട്. കാരണം എന്താ? കിലോമീറ്റർ പെർ അവർ സെക്കൻഡ് എന്ന് പറയുന്ന കൺവേർഷൻ ഉണ്ട്. So maybe we can convert this to meter per second. അപ്പൊ 18 into 5 by 18 ആണ് നമ്മൾ meter per second ആക്കണ്ടേ. Which is what? സമാധാനം 5 meter per second. 18 കട്ടായി പോവില്ലേ? 5 meter per second. ഇവിടെ 36 into 5 by 18, which is equal to ഇവിടെ കട്ടാകുമ്പോൾ ഇവിടെ 2 വരും. 2 into 5, 10 meter per second. മനസ്സിലായോ? അപ്പോ 10 meter per second, 5 meter per second, 5 seconds. So we are done with the conversion as well. ഇനി ഫോർമുല, ആക്സിലറേഷന്റെ ഫോർമുല എന്താ? ആക്സിലറേഷൻ is equal to v minus u by t. കാണാതെ പഠിക്കേണ്ടതാണ്, വളരെ ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്. അപ്പൊ v എന്താ? ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ 10 മൈനസ് u എന്താ? 5 ആണ്. ഡിവൈഡഡ് ബൈ ടൈം എന്താണ്? 5 ആണ്. ടൈം മൈനസ് 5 എന്താണ്? 5 ആണ്. ഇവിടെ 5 എന്താണ്? 5 ആണ്. 5 by 5 is equal to 1 meter per second square. Do not forget the unit. Do not forget the unit. Okay, so the acceleration is 1 meter per second square. Now coming to distance. S എങ്ങനെ കണ്ടുപിടിക്കുക? S ന്റെ രണ്ട് ഫോർമുലയാണ്. S is equal to ut plus half at square അല്ലെങ്കിൽ v square minus u square is equal to 2as. രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. No issues at all. കാരണം S is equal to, കാരണം u ഉണ്ട്, v ഉണ്ട്, t ഉണ്ട്. പിന്നെ നമുക്ക് എന്താ പ്രശ്നം? ut plus half at square എങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. മറ്റേത് യൂസ് ചെയ്തോ, ഒരു ആൻസർ തന്നെ കിട്ടും. ഓക്കെ, കിട്ടിയില്ലെങ്കിൽ അത് തെറ്റാണ് എന്നാണ് അർത്ഥം. യുവിന്റെ വാല്യൂ എന്താ? 5 ആണ്. ടൈമിന്റെ വാല്യൂ എന്താണ്? 5 ആണ്. അപ്പൊ യുടിക്ക് 5 into 5. ഇനി ഒരു പ്ലസ് ഇട്ടു, ഹാഫ് ഇട്ടു, ആക്സിലറേഷൻ 1 ആണ്, ഇൻറ്റു 1. ഓക്കെ, ഇൻറ്റു 1 ഇൻറ്റു ടി സ്ക്വയർ. ടി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സ്ക്വയർ. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻസ് ആണ് ആദ്യം ചെയ്യേണ്ടത്, തെറ്റിക്കരുത്. 5 into 5 ആണ് ആദ്യം ചെയ്യേണ്ടത്, 25. ഈ പ്ലസ് അവിടെ ഇരിക്കട്ടെ, ഈ മൾട്ടിപ്ലിക്കേഷൻസ് ആദ്യം ചെയ്യണം. 5 into 5 ആണ് 5 സ്ക്വയർ. 5 സ്ക്വയർ 25 into 1 എന്ന് പറഞ്ഞാൽ 25. 25 by 2. ഇവിടെ 25 by 2. LCM എടുക്കുമ്പോൾ ഇവിടെ by 1 ആണ്. അപ്പൊ മോളില് മൾട്ടിപ്ലൈ ചെയ്യണം. 25 into 2, ഇവിടെ into 2. അപ്പൊ 50 plus 25 by 2, which is equal to 75. അല്ലെ, 75 by 2, which is equal to 37.5 meters എന്ന് നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടും? 37.5 meters എന്ന് നമുക്ക് ആൻസർ കിട്ടും. So tell me people, acceleration എന്തായിരുന്നു? ലാസ്റ്റ് ഒന്ന് എഴുതിയും കൂടി ഇങ്ങനെ എടുത്തെഴുതണം കേട്ടോ. Acceleration of the car is 1 meter per second square. Distance traveled by the car is 37.5 meters. എന്നൊക്കെ എഴുതി കഴിഞ്ഞ ഒരു ഗുമ്മുണ്ട്. ടീച്ചറിന് ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറച്ചും കൂടി മാർക്ക് ഇടാനൊക്കെ തോന്നും. All right. So this is regarding the examples. ഇനി എക്സാമ്പിൾ ഉണ്ടോ നോക്കാം നമുക്ക്. ഒരു എക്സാമ്പിൾ കൂടി ഉണ്ട് തോന്നുന്നു, നോക്കട്ടെ. Yeah, only one more examples and we are done. All right. Brake.
തുടക്കത്തിൽ തന്നെ ആര് വന്നു, ഒരാൾ ക്രോസ് ചെയ്യാൻ നിന്നു. അപ്പൊ ബ്രേക്ക് കിട്ടും. നമ്മൾ കാറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബ്രേക്ക് കിട്ടും. സോ ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ ആക്സിലറേഷൻ ഓഫ് 6 meter per second square in the opposite direction of motion. Brake is applied to the car and it produces an acceleration of 6 meter per second square in the opposite direction of the motion. If the car takes 2 seconds to stop after application of the brake, calculate the distance it travels during this time. അപ്പൊ എന്ത് സംഭവിച്ചു, നമ്മൾ കാറിൽ നല്ല മനോഹരമായിട്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, കാറിൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു, പെട്ടെന്ന് ഒരു പട്ടിക്കുറുകെ ചാടിയപ്പോൾ ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്തു. സി, ഇനി ഇമ്പോർട്ടന്റ് ആണ്, 6 meter per second raised to -2. ഇത് തന്നെയാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, മീറ്റർ സെക്കൻഡ് റേസ് ടു -2. ഓക്കെ, ഇനി നോക്കിക്കോ, ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ബ്രേക്ക് അപ്ലൈ ചെയ്ത ഡീസിലറേഷൻ ആണ്. ഓക്കെ, ബ്രേക്ക് അപ്ലൈ ചെയ്ത സ്പീഡ് കുറഞ്ഞു, വിച്ച് മീൻസ് ആക്സിലറേഷന് മൈനസ് ഇടണം. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്, ആക്സിലറേഷന്റെ മൈനസ് ഇടണം. സ്പീഡ് കുറയുമ്പോ ഡീസിലറേഷൻ ആണെങ്കിൽ നമ്മളുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് 6ന്റെ കൂട്ടത്തില് മൈനസ് ഇടുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ആ ആക്സിലറേഷൻ ഇസ് an opposite direction of motion ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ദാറ്റ് ഈസ് വൈ വി ആർ പുട്ടിങ് എ നെഗറ്റീവ് സൈൻ. ഓക്കെ, and it took 2 seconds to stop. Look at that, and it came to a stop, which means 0 meter per second ആയി. ഓക്കെ, ഇതിന്റെ തുടക്കത്തെ വെലോസിറ്റി നമുക്കറിയില്ല, പക്ഷെ സ്റ്റോപ്പ് ആയി. സി, ഇതൊക്കെ ഹിഡൻ ആയിട്ടുള്ള ഗിവൺ സാധനങ്ങളാണ്. ഇറ്റ് took 2 seconds to stop. Calculate the distance. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ ഗിവൺ ഉണ്ട്, ഇവിടെ ഗിവൺ, ഇവിടെ ടു ഫൈൻഡ്, അതുപോലെ കൺവേർഷൻ ഉണ്ടോ എന്ന് നോക്കുക, അതുപോലെ ഫോർമുല അപ്ലൈ ചെയ്യുക, അതുപോലെ ലാസ്റ്റ് യൂണിറ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യാം. ഓൾറൈറ്റ്, അപ്പൊ ഗിവൺ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രേക്സ് ആർ അപ്ലൈ ടു എ കാർ ആൻഡ് ആക്സിലറേഷൻ ഓഫ് കോഴ്സ് ഇസ് ഗിവൺ. പക്ഷെ ആക്സിലറേഷന്റെ ട്വിസ്റ്റ് എന്താണെന്ന് പറയൂ, ഇറ്റ് ഈസ് ഡീസിലറേഷൻ, കുറയുന്നുണ്ട്. അപ്പൊ മൈനസ് ഇടണം, അതാണ് ഇവിടത്തെ ട്വിസ്റ്റ്. എന്ന് മാത്രല്ല, കാർ ടേക്സ് 2 seconds to stop. അത് നമുക്ക് ഒരു വിഷയമൊന്നുമില്ല, 2 seconds എടുത്തോട്ടെ, നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ഇനി ആൻഡ് ഇറ്റ് സ്റ്റോപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഫൈനൽ വെലോസിറ്റി അപ്പൊ എത്രയാ, ഫൈനൽ വെലോസിറ്റി v is equal to 0 meter per second. മറക്കരുത്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ആക്സിലറേഷന്റെ നെഗറ്റീവ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടന്റ്. ബാക്കി നമുക്ക് ചുമ്മാ സിമ്പിൾ ആണ്. ഓക്കെ, എസ് കണ്ടുപിടിക്കണം. എസ് ഇസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ഇവിടെ ഗിവൺ കഴിഞ്ഞു, ടു ഫൈൻഡ് എസ് ആണ്, അതായത് ഡിസ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം. സോ going to write distance over here. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസിന് എന്തൊക്കെ ഫോർമുല ഉണ്ട്, എന്ത് ഫോർമുല നോക്കാം നമുക്ക്. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. പക്ഷെ യു ഉണ്ടോ, യു ഇല്ല. പക്ഷെ മറ്റേതോ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ഓക്കെ, അതുണ്ടോന്ന് നോക്കാം. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2. അപ്പൊ ഇത് യൂസ് ചെയ്യാമോ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. രണ്ടാണ് അതിൽ നോക്കിയുടെ കുട്ടികളെ, യു ആവശ്യമുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് യു കണ്ടുപിടിക്കണ്ടേ. യു എങ്ങനെ കണ്ടുപിടിക്കും, യു കണ്ടുപിടിക്കാനായിട്ട് സോ ഇതിൽ ഇൻഡയറക്ട്ലി കണ്ടുപിടിക്കേണ്ട സാധനം യു എന്താണെന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും, v is equal to u plus at ഇട്ടാ മതി, which is v എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, 0 എന്ന് തന്നിട്ടുണ്ട്. u എത്രയാണെന്ന് നമുക്ക് അറിയില്ല. പ്ലസ് a എന്താണ്, ആക്സിലറേഷൻ -6 ആണെന്ന് അറിയാം. ടൈം എത്രയാണ്, × 2 ആണെന്ന് അറിയാം. ഓക്കെ, സോ ഇവിടെ × 2 വരും അല്ലെ. ഇനി എന്താ ചെയ്യേണ്ടത്, യു എങ്ങനെ കണ്ടുപിടിക്കും, ഇവിടെ 0 ആണ്. അപ്പൊ നമുക്ക് ഇത് എത്ര കിട്ടി, ഇസ് ഈക്വൽ ടു, ഇവിടെ 0 ഇസ് ഈക്വൽ ടു യു പ്ലസ് എത്രയാ, -6 × 2 എത്രയാ, -6 × 2. മൈനസ് ഇൻറ്റു പ്ലസ് ഇസ് മൈനസ്, 6 × 2 is 12. അപ്പൊ -12 is your answer. ഓക്കെ, പ്ലസ് ഇൻറ്റു മൈനസ്, പ്ലസ് മൈനസ് അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി യു പ്ലസ് ഇൻറ്റു മൈനസ് എന്നാണ് അർത്ഥം, വിച്ച് മീൻസ് യു -12 is equal to 0, which implies യുനെ ഒറ്റയ്ക്കാക്കുമ്പോ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഓക്കെ, ഈ -12 അപ്പുറത്തേക്ക് പോകണം അല്ലെ, ഈ -12 അപ്പുറത്തേക്ക് പോകണം. അപ്പൊ +12 ആവും. അപ്പൊ യു ഇസ് ഈക്വൽ ടു 12 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് യു ഇസ് ഈക്വൽ ടു 12 meter per second എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ നൗ ഐ എം ഗോയിങ് ടു ഇറേസ് ദീസ് തിങ്സ്.
ഓക്കെ, ഫോർമുല ഇനി അപ്പൊ യു നമുക്കിനി കിട്ടി. ഇനി എന്ത് ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ആൻസർ കിട്ടിയാൽ പോരെ? തനിയെ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. പിന്നെ മാത്രമല്ല വീഡിയോസ് എല്ലാം മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ്സിൽ ഡെഫിനറ്റ്ലി എഴുതുക. അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സീ യു ഓൾ വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. താങ്ക് യു ഓൾ. ബൈ.